ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, രാവിലെ ഒരു 7 മണി സമയത്ത് ഇറങ്ങുന്നു. വലിയ വെയിലൊന്നും ആയിട്ടില്ല. കുറച്ച് ദൂരെ, കുറച്ച് നാട്ടിൻപുറം ഭാഗത്തേക്കാണ് പോകുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് അതിന് സ്പെഷ്യൽ. വെള്ളനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വെള്ളനാട് രവിയേട്ടൻ്റെ കട. ആക്ച്വലി രാവിലെ 5 മണിക്കോ മറ്റോ ആ കട തുറക്കും എന്നാണ് പറയുന്നത്. ഏർലി മോർണിംഗ് 5 o'clock തൊട്ട് അവിടെ നോൺ വെജും പൊറോട്ടയും അങ്ങനെ കിട്ടുന്ന കട. പക്ഷേ ഞാനിപ്പോൾ 7 മണിക്ക് ഇറങ്ങുന്ന ഒരു 8 മണിക്കൊക്കെ എത്താൻ പറ്റും. നമ്മൾ ഏതാണ്ട് വെള്ളനാട് എത്താറായി. വെള്ളനാട് ഇത് നെടുമങ്ങാട് പോകുന്ന റൂട്ടാണിത്. വെള്ളനാട് കഴിഞ്ഞിട്ടാണ് നെടുമങ്ങാട്. ഇതൊരു ഗ്രാമം, നല്ല നിറയെ പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനത്തെ നല്ല റോഡ്സും ഓക്കെ. ആൻഡ് ഫൈനലി നമ്മൾ എത്തിക്കഴിഞ്ഞു. എത്തിക്കഴിഞ്ഞു. നിറയെ എണ്ണപ്പലഹാരങ്ങളും ഉണ്ട് കേട്ടോ, പഴംപൊരി പോലെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ കയറുമ്പോൾ തന്നെ പൊറോട്ട മിക്കയും കണ്ടുകൊണ്ടാണ് കയറുന്നത്. കൊലകളെല്ലാം തൂക്കി വെച്ചിരിക്കുന്നു. ചില്ലലമാരയിൽ പലഹാരങ്ങൾ. ഇവിടെ ചായ ഉണ്ടായിക്കൊണ്ട് ഇതാണ് ആളല്ലേ, രവിച്ചേട്ട്. ഇത് രാവിലെ 3:30 തുറക്കുന്ന കടയാണ് കേട്ടോ. 5 മണിയല്ല, 3:30 ഏർലി മോർണിംഗ്. ഈ കടയുടെ പ്രത്യേകത എന്താണെന്ന് പറയുമോ? രാവിലെ 3:30 തുറക്കുന്നത്, 3 o'clock. അപ്പോൾ തൊട്ട് ആൾക്കാർ വന്നു പോയിക്കൊണ്ടേ. ആ സമയത്ത് തന്നെ ഇവിടെ ചിക്കനും പൊറോട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കാനാണെങ്കിൽ 1, 2, 3, ഒരു 6 7 പേർക്ക് കൂടുതൽ ഇരിക്കാൻ പറ്റില്ല ചേട്ടാ. പിന്നെ പുറത്തു നിന്ന് ചായ കുടിക്കുന്ന കുറേ ആൾക്കാർ. തനി നാടനായിട്ടുള്ളൊരു കടയാണ്. ഈ ചേട്ടൻ ഇസ് വെരി ബിസി. അവിടെ ചായ എടുക്കുന്നു, പാർസൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പൊറോട്ട മേക്കിങ് ഒരു സൈഡിൽ ഇങ്ങനെ കാര്യമായിട്ട് നടക്കുന്നത്. അതൊരു ബംഗാളി ബോയാണ്. ഈ ബംഗാളി ആൾക്കാരാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നു. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള പൊറോട്ടാസാണ്. അത് പൊറോട്ട അടിക്കുന്നതാണ് തന്നെ രസമാണ്. ഇങ്ങനെ അതിൻ്റെ ലെയേഴ്സായിട്ട് ഇറങ്ങി വരും. പിന്നെ അതുപോലെ ഓംലെറ്റ് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കും. ഒരു സ്പെഷ്യൽ വൈബാണ് ഇവിടെ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു 8 മണിക്ക് എത്തി. ഇവിടെ വിലക്കുറവും വളരെ പ്രധാനമാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ രവിച്ചേട്ടനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് പൊറോട്ട മേക്കിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് കേട്ടോ. അതിങ്ങനെ ഫാസ്റ്റായിട്ടാണ് ചെയ്യണത്. നോക്കിക്കോളൂ, ചൂട് അത്രയും ചൂടിൽ തന്നെ ഹോട്ട്. അപ്പോഴാണ് ആ ലെയർ കറക്റ്റായിട്ട് ഇങ്ങനെ ഇളകി വരുന്നത്. കൈ പൊള്ളുന്ന ചൂടായിരിക്കും. അയ്യോേ, കാണുമ്പോൾ അറിയില്ല എത്ര സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആൻഡ് ഫ്ലേക്കിയാണ്. ഇവിടെ 4 പൊറോട്ട ചൂടായിട്ട് ഇങ്ങനെ ഇലയിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ. 4 സോഫ്റ്റ് പൊറോട്ട. പിന്നെ ഇതിനെ കറി എന്ന് പറയുന്നത് ചിക്കൻ കറി. പിന്നെ സാമ്പാർ ഉണ്ടാവും, ഉരുളക്കിഴങ്ങ് കറി ഉണ്ടെന്ന് തോന്നും. പിന്നെ ഇടിയപ്പം ഉണ്ട്. ഇവിടെ മുട്ട ഗ്രേവി, കിഴങ്ങ് കറി ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ ചിക്കൻ അല്ലേ, ഇടിയപ്പം ചിക്കൻ 30 രൂപ. ഒരു ചിക്കൻ കറിക്ക് 30 രൂപയേ ഉള്ളൂ. 30 rupees ചിക്കൻ കറിയും ഇടിയപ്പമാണ് ഇവിടെ. ചേട്ടൻ്റെ പേരെന്താ? അടുത്താണോ ദൂരെ നിന്നാണോ വരുന്നത്? എവിടെ നിന്ന് വരുന്നത്? ഇവിടെ അടുത്ത് എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ? അപ്പോൾ ഇവിടെ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ വരാറുണ്ടോ? അറിയാം അല്ലേ നേരത്തെ. ഇടിയപ്പത്തിനൊക്കെ എങ്ങനെയാണ് വില? ദോശ 5 രൂപ, ഇടിയപ്പം 10 രൂപ. എഗ് കറി, എഗ് വിത്ത് ഗ്രേവി എന്ന് പറയുന്നത്. ആൾക്കാർ വരുന്നു, പോകുന്നു, കഴിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞൊരു വളവിലാണ് ഇരിക്കുന്നത്. നല്ലൊരു ടേണിങ് പോയിൻ്റാണ്. ബസ്സൊക്കെ ഇങ്ങനെയാണ് പോകുന്നത്. ഈ KSRTC ഒക്കെ പോകുന്നതാണ്. വളവാണ്. അടുത്തുള്ള ആളാണോ? പാറശാല അല്ലേ? പാറശാല എന്നപ്പോൾ ഇവിടെ വരുന്ന എന്താ ജോലി ആവശ്യമായിട്ട് സാധനങ്ങൾ കൊടുക്കുന്ന ജോലിയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ പാറശാല ഭാഗത്തുനിന്ന് ഇവിടെ എല്ലാം ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വരുന്നതാണ്. അപ്പോൾ വരുമ്പോൾ ഇവിടെ വന്ന് കഴിക്കും. ഇഷ്ടമാണോ അല്ലേ? രാവിലെ പൊറോട്ട കഴിക്കാൻ ഇഷ്ടമാണോ? ഇവിടെ നല്ല കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇരിക്കും. പെട്ടെന്ന് അങ്ങോട്ട് തേക്കില്ലല്ലോ. അപ്പോൾ കുറച്ച് ഉച്ച വരെ അതുണ്ടാവും. നല്ല സോഫ്റ്റാണ് അല്ലേ? ഭയങ്കര ഇതാണ്. 11 മണി കഴിഞ്ഞാൽ കുറേ പലഹാരങ്ങൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ രാവിലെ സ്റ്റാർട്ടിങ് ആണല്ലോ. ഉച്ചയ്ക്ക് 11 മണിക്ക് ശേഷം വന്നാൽ ഇഷ്ടംപോലെ പലഹാരം കിട്ടും അല്ലേ? എന്തൊക്കെ പലഹാരം ഉണ്ടാവും? വെട്ട് കേക്ക് തുടക്കം. ഏത്തക്ക റോസ്റ്റ്, പഴം നിറച്ചത്. ഓ അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ അത്. ബജി, പരിപ്പ് വട,
ഓ പഴംപൊരി, ആ പഴക്കേക്ക്, കാരാവട എല്ലാം ഉണ്ടാവും അല്ലേ? അപ്പോൾ 11 മണി കഴിഞ്ഞാൽ അതാണ് മെയിൻ. ഓ അത് ശരി, ഓക്കെ. ചായയും കടികളുമാണ്. ഓഹോ, പണതി. അതിപ്പോ അതിങ്ങനെ ചൂടായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവോ അപ്പോൾ? ആണല്ലേ, ഓക്കെ ഓക്കെ. ഇതാണ് ഇവിടുത്തെ ചിക്കൻ കറി. നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവിയാണ്, കുറേ പീസസ് ഒക്കെ ആയിട്ട് നല്ല കണ്ടാൽ തന്നെ അറിയാം അടിപൊളി കറിയാണ്. ഇതാണ് 30 റുപ്പീസിനാണ് കൊടുക്കുന്നത് ഒരു പ്ലേറ്റ്. അതായത് ചിക്കൻ കഴിയുന്നതിനനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അല്ലേ? എത്ര പിന്നെ അറ്റ് എ ടൈം എത്ര കിലോ ആണ് ഉണ്ടാക്കുന്നത്? ഒരു കണക്ക് എങ്ങനെയാണ്? ഒരു 10-20 കിലോയൊക്കെ പോകും. ആ, ഫുള്ളായിട്ട് വെച്ചിരുന്നാൽ കൂടുതൽ പോകും. ഫുള്ളായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മളപ്പോഴും ഇല്ലയെന്ന് പറയും. എല്ലാ വീഡിയോയിലും നമ്മൾ 11:30-12 മണി വരെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ 11:30-12 മണി വരെ ചിക്കൻ കിട്ടുള്ളൂ. ചിക്കൻ കറിയും പൊറോട്ടയും ഇടിയപ്പം മുതലായ കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ പലഹാരങ്ങളുടെ സമയമാണ്. ഇവിടെ ചട്ടി വെച്ചിട്ട് ചൂടായിട്ട് വൈകുന്നേരം എത്ര മണി വരെ പോകുന്നത്? ഇത് 5:30-6 മണി പലഹാരങ്ങളാണ്. അതായത് പഴംപൊരി, വട, പഴം നിറച്ചത്, പഴക്കേക്ക്, വാഴയ്ക്ക, എല്ലാം, പരിപ്പ് വട, ഉഴുന്ന് വട മുതലായ എല്ലാ കാര്യങ്ങളും. ഇദ്ദേഹമാണോ ലീവിന് പോയിരുന്നേ ഈ നമ്മുടെ പൊറോട്ട മേക്കർ? എവിടെ? എവിടെ സ്ഥലം? ആസാം. ഓ ആസാം, ഓക്കെ ഓക്കെ. ആസാമുകാരനാണ് കേട്ടോ. ആ സമയത്ത് വേറൊരു മനസ്സിലായി. ഓ ഈ ചേട്ടൻ നല്ല പാട്ടുകാരനൊക്കെയാണ് കേട്ടോ ചോദിച്ചത്. അതെ, അദ്ദേഹം തന്നെയാണ് പാടുന്നത്. പാട്ട് പാടിയൊക്കെയാണ് മറ്റേ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. എങ്ങനെയാണ് പാടുന്നത്? പാട്ടെന്ന് പറയുമ്പോൾ സിനിമാ പാട്ടൊക്കെ പാടി രസിച്ച് പാടും. ഒരു ഡയലോഗ് എടുത്തുകൊണ്ട് കരിമീൻ എന്നുള്ള ഒരു പാട്ട് ഒരു 4 പേര്. പുള്ളിയുടെ പാട്ട് കൂടി നമ്മൾക്ക് കേൾക്കാമല്ലോ. ജോലി പാട്ട് പാടി ആസ്വദിച്ചാണ് ചെയ്യുന്നത്. പാർസലും നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. ആൾക്കാർ ഇരുന്ന് കഴിക്കുന്ന കുറേ പേരുണ്ടെങ്കിലും കുറേ പാർസൽ പോകും. ഇതെല്ലാം 30 റുപ്പീസാണ്. 30 രൂപയ്ക്ക് ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ എവിടെ കിട്ടാൻ? ചിക്കൻ കറിയും പിന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം നാട്ടിൻപുറമാണ്. നാട്ടിൻപുറത്തെ കൃഷിയാണ്. ഓക്കെ. ഈ കൃഷിവെള്ളത്തുള്ള ഈ ഏത്തക്കൊലയൊക്കെ ഇവിടെ നിന്നാണ്. അവൻ നാടൻ കൊലയാണ് അല്ലേ? ഇവിടെ കൃഷിക്കാരാണ് കൂടുതലുള്ളത്. കഴിക്കാൻ വരുന്നതും ഇവിടുത്തെ ആൾക്കാരാണ്. ഇവിടുത്തെ ആൾക്കാരല്ല, കൂടുതലും പുറത്തുനിന്നൊക്കെ വരും. കൂടുതലും പുറത്തുനിന്ന് എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിന്. ഈ കടയും വളരെ ഫെമിലിയറാണ്. ഇപ്പോൾ പാറശാലയിൽ നിന്ന് 2-3 പേരെ കണ്ടില്ലേ? അവരെല്ലാം ഓരോ ആവശ്യങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ വന്നേ കഴിക്കും. പിന്നെ മണക്കാട് എന്ന് പറയാറുണ്ട്, കമലേശ്വരത്ത് നിന്ന് വരാം. സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ്. വിളിച്ചു ചോദിച്ചിട്ട് വരും ഉണ്ടോ ഇല്ലയോ കട. ഇന്ന് ചില ദിവസങ്ങളിൽ ഞാൻ അവധി എടുക്കാറുണ്ട്. അതെന്താ കാര്യം? ഇതിന് മുന്നേ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ വന്നപ്പോഴും കട അടച്ചിരിക്കുമായിരുന്നു. അതാ ഞാൻ ചോദിച്ചാൽ അവധി എടുക്കാറുണ്ട്. അതെന്താ കാര്യം അങ്ങനെ? ഞാൻ എവിടെയെങ്കിലും ഒരു യാത്ര പോകണമെങ്കിൽ അത് ഞാൻ തന്നെയല്ലേ പോകണം. അത് ശരിയാണ്, അത് ഒരു പോയിന്റാണ്. പുള്ളിക്കൊരു യാത്ര പോകണമെങ്കിൽ പുള്ളി തന്നെ പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റും. ആരെ ഏൽപ്പിക്കാൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ പൊറോട്ട ചെയ്യുന്നത് അത്യാവശ്യം പുള്ളി പൊറോട്ടയും ചെയ്യും, പക്ഷെ അതിനൊരു സഹായമുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും പലഹാരങ്ങളും എല്ലാം അദ്ദേഹം തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇല്ലെങ്കിൽ കട തുറക്കാൻ പറ്റില്ല. പുറത്തെ തിരക്കുണ്ട്. സാധാരണക്കാരായ ആൾക്കാരാണ് ധാരാളമായിട്ട് വരുന്നത്. എല്ലാവരും വന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കഴിക്കാം. ചെറിയ പൈസയ്ക്ക് തന്നെ കഴിക്കാം. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഈ പൊറോട്ട കാണുമ്പോൾ തിന്നാണേ, പക്ഷെ അത് ചുട്ട് വരുമ്പോൾ നല്ല ഫ്ലഫി ആൻഡ് ബിഗായിട്ട് വരും. എന്താണ് അതിൻ്റെ രഹസ്യം എന്നറിയില്ല. നല്ല കുഴയ്ക്കുന്ന കൂട്ട് ഭയങ്കര നല്ലതാണെന്ന് തോന്നുന്നു. നല്ല പെർഫെക്റ്റ് മേക്കിംഗ് ആണ്. ഇനി അടുത്ത തിരക്ക് വരുന്നതിന് മുന്നേ ഞാൻ കഴിച്ച് തുടങ്ങാമെന്ന് തോന്നുന്നു. ഈ ഇടയ്ക്കിടയ്ക്ക് പാർസൽ വരുന്നുണ്ട് 5, 8. അപ്പോൾ എല്ലാവരും വൺ മാൻ ഷോ ആണ്. ആകെ ഒരാളേ ഉള്ളൂ, അതൊരു ആസാം ബോയാണ് പൊറോട്ട അടിക്കുന്നു, അത്രേ ഉള്ളൂ. അത് ആളില്ലെങ്കിൽ പുള്ളി അതും ചെയ്യും. ബാക്കി ഇത്രയും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ഉള്ളു കേട്ടോ. എനിക്ക് നാടൻ പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 11 മണി കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ കുറേ പലഹാരം കഴിക്കാറ്. നമുക്ക് വേറെ ദിവസം വരാം. 11 മണി കഴിഞ്ഞിട്ട് പാർസൽ കുറേ ഇങ്ങനെ പോകുന്നുണ്ട്. കെട്ടി കൊടുത്തോണ്ടിരിക്കുക. ദോശയും തുടങ്ങിയിട്ടുണ്ട്. ദോശ അത്രയും പാർസലിൻ്റെ ഓർഡറാണ്. പോവാണ് പാർസൽ. നല്ല ചൂട് തട്ട് ദോശ ഉണ്ടായിരുന്നു. 5 രൂപ ദോശ. നാം ക്യാ ഹേ?
രാഹുൽ അതെ ആസാംകാരനാട്ടോ രാഹുൽ. നല്ല മാവ് എന്തായാലും സാമ്പാർ, ചിക്കൻ കറി മാത്രമല്ല, ദോശയ്ക്ക് സാമ്പാർ. അയല പൊരിച്ചതുണ്ട്, വറുത്തതുണ്ട്, നല്ല കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമീനുണ്ട്. അടിപൊളി പാട്ടാണല്ലോ, ഗംഭീരമായിട്ട് പാടുന്നുണ്ട് കേട്ടോ. രസികനാണ് ആള്. ഇവിടെയാണ് ചായ ആൻഡ് കറി. ഒരുപാട് ആൾക്കാർ വന്ന് ചായ തമിഴ് പാട്ട് കൊടുക്കാണെന്ന് പാടാം. ഒരു തമിഴ് കൂടെ പാടിക്കോളൂ. എത്ര പാട്ട് പാടിയാലും പാടിക്കോളൂ. சோம்பப்படி சோடாப்படி பத்தாய் இப்படி சாப்பிட்ட இப்படி கண்ணும் கண்ணும் வாயிலுள்ள என்னை போல உனக்காகவே. ആഹാ അടിപൊളി. തമിഴെങ്കിൽ തമിഴ് എന്ത് വേണം. പുള്ളി ഭയങ്കര രസീനാട്ടോ. എല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് തോന്നുന്നു എല്ലാ കാര്യങ്ങളും. ചായ ഉണ്ടാക്കുന്നു, പലഹാരം ഉണ്ടാക്കുന്നു അല്ലേ, എല്ലാം ഒരു സന്തോഷത്തിൽ ചെയ്യുന്നതാണ്. ഞാൻ പൊറോട്ട കഴിക്കാൻ ഇരിക്കട്ടെ. ഓക്കെ, അടുത്ത റഷ് തുടങ്ങുന്നതിന് മുമ്പ് കഴിക്കാൻ. ഞാൻ ഒരു വെട്ട് കേക്ക് മുഴുവൻ കഴിച്ച് തീർത്തോട്ടെ ഈ സമയം കൊണ്ട്. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ഞാൻ പോകും. പൊറോട്ടയും ചിക്കൻ 30 റുപ്പീസിൻ്റെ ചിക്കൻ കറി ആൻഡ് 2 പൊറോട്ട കഴിക്കണം. രാവിലെ പൊറോട്ട. ഓക്കെ, അല്ലെങ്കിൽ ദോശയുണ്ട്, സാമ്പാറുണ്ട്. പക്ഷേ ഇവിടുത്തെ പൊറോട്ട ഇസ് വെരി സ്പെഷ്യൽ. അതുകൊണ്ട് ടേസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് ചിക്കൻ 2 പൊറോട്ട, 3 പൊറോട്ടയും ഒരു ചിക്കനും 60 രൂപ, 2 ആണെങ്കിൽ 50 രൂപ. ദോശ പാക്കേജും 4+ ഒരു ചിക്കൻ 50 രൂപ. ഈ കാലത്തൊക്കെ 30 രൂപയുടെ ചിക്കൻ കറി എന്നൊക്കെ പറയുമ്പോൾ, ഇതിന് മുന്നേ നമ്മൾ ഏതോ ഒരു കടയിൽ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്. അതും ഇതുപോലൊരു നാട്ടിൻ പ്രദേശത്താണ്. അത് ചിക്കൻ ഫ്രൈയോ കറിയോ ഒക്കെ ആയിരുന്നു. ഇത് ഓൾമോസ്റ്റ് ചെറിയ പൈസയിട്ട് അങ്ങനെ വളരെ കുറച്ച് കടകളേ ഉള്ളൂ. പക്ഷേ ഉണ്ട്, അങ്ങനത്തെ കടകൾ ഇപ്പോഴും ഉണ്ട്. അവർക്കെല്ലാം എനിക്ക് തോന്നുന്നു ഇവർക്ക് കൂടുതൽ ബിസിനസ് കുറച്ച് ലാഭം അങ്ങനെ നോക്കുന്നവർ. പിന്നെ വേറെ ജോലിക്കാരൊന്നുമില്ല, അവർ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നു, അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നു. അങ്ങനത്തെ ആൾക്കാർ നല്ല ജീവിതം. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ജീവിക്കുന്നത്. വർഷങ്ങളായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലേ, ചെറിയ സൗകര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇത് ഭയങ്കര ലൈവ്ലിയാണ്. ഈ കടയും രാവിലെ 3 മണി തൊട്ട് ഇവിടെ ലൈഫുണ്ട്. ആൾക്കാർ 3-3:30 തൊട്ടേ വന്നു തുടങ്ങുന്നൊരു ഷോപ്പ് രാത്രി 7 മണി വരെ. വളരെ ഡിഫറെൻറ്റ്, വ്യത്യസ്തമായൊരു കട. കടയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. രവിയേട്ടൻ്റെ കട, വെള്ളനാട്. ഞാൻ എന്നെ പറയുന്നത് വെള്ളനാട് ഒന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഞാൻ വെള്ളനാടെന്നാണ് പറഞ്ഞെങ്കിൽ എക്സാക്റ്റ് ലൊക്കേഷൻ ചേട്ടനെ കൊണ്ട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് വരികയാണെങ്കിൽ പേയാട് മുളയറ, വെളപ്പിശാല, കണ്ണമ്പള്ളി ജംഗ്ഷൻ, കണ്ണമ്പള്ളി കുരിശടിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ആണ് ഇത്. കുരിശടി അപ്പോൾ ഇവിടെ അടുത്തുണ്ടോ? ഓ അത് ശരി, ഓക്കെ. ആ നേരെ ഓപ്പോസിറ്റ്. ഓ അയ്യോ, കുരിശടി നേരെ ഫ്രണ്ടിലാട്ടോ. ഓക്കെ, കണ്ണമ്പള്ളി കുരിശടിയുടെ നേരെ ഫ്രണ്ടിലാണ്. അതെ അതെ അതെ, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ട് ഇവിടെ എന്തായാലും. എത്ര വർഷമായി ഈ ഒരു? ഞാൻ ഫീൽഡ് തുടങ്ങിയിട്ട് 55 വർഷം. ആ, ഇവിടെ കട ഇടയ്ക്ക് ഈ വെള്ളനാട്ട് എനിക്ക് കട ഉണ്ടായിരുന്നു. അവിടെ 18 വർഷം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് മുട്ടത്തറ ഉണ്ടായിരുന്നു കട. ഓ അത് ശരി, ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളെ സ്വന്തം കടയാണ്. ഇവിടെ വന്നിട്ട് 12 വർഷമായി. അതെ, 55 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. 12 വർഷം കൊണ്ട് ഈ ലൈഫിൽ കറി കൊടുക്കുന്നത്. ഒരു മാറ്റവും വന്നിട്ടില്ല. അതായത് 55 ഇയേഴ്സ്, 55 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. അതായത് ഫുഡ് ഇൻഡസ്ട്രി തന്നെയുണ്ട്. പല സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. വെള്ളനാട് ജംഗ്ഷനിലുണ്ടായിരുന്നു, മുട്ടത്തറ ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സ്ഥലത്ത് ഇത് സ്വന്തം ബിൽഡിംഗ് ആണല്ലേ? ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 12 വർഷം. ചേഞ്ച് ഒന്നുമില്ല. 12 വർഷമായിട്ട് ഇതേ റേറ്റാണ്. 30 രൂപ ചിക്കനാണ്. ഇപ്പം ചിക്കൻ്റെ വില കൂടി, അന്നത്തെ വിലയല്ല ഇപ്പോൾ. പക്ഷെ നമ്മൾ കൂട്ടാത്ത എന്താ കാര്യം? അതുകൊണ്ട് അങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. നല്ല രീതിയിലാണ് വയ്ക്കുന്നത്. അത് കണ്ടാലറിയാം. ഞാൻ ഇവിടെ ആൾക്കാർ വന്നിരിക്കുമ്പോഴത്തേക്കും 30 രൂപ കഴിക്കാത്തത്. ഞാൻ പറഞ്ഞു മോശമാണെങ്കിൽ പൈസ മനസ്സിലായി. അപ്പം പറയും എടുക്കാൻ. എടുത്തിട്ട് അവർ ഇങ്ങനെ കൈ തന്നിട്ട് പോയിട്ടുള്ളവർ എത്രയെങ്കിലും നല്ല കറിയാണ്, നല്ല കറിയാണ്. ആ കഷ്ണം നമ്മൾ ഈ വലിയ പീസായിട്ടല്ല, ചെറിയ കഷ്ണങ്ങളായിട്ട് വലിയ പീസായിട്ട് എടുത്താൽ അതിൽ അകത്തോട്ട് പിടിക്കില്ല, മസാല പിടിക്കില്ല. നല്ല രീതിയിൽ അവർ കൊടുക്കണത് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായി. പിന്നെ 2ാം ഗ്രേവിയായിട്ട് ഇരുന്നാലും കൊടുക്കും.
സെക്കൻഡ് റൗണ്ട് ഗ്രേവി ചോദിച്ചാലും കൊടുക്കും. 30 റുപ്പീസിൻ്റെ ചിക്കനാണ്. അപ്പോൾ ചില ആൾക്കാർ വേഗം 30 റുപ്പീസ് 30 രൂപയിലുള്ള പത്രം നന്നാവില്ല, വെള്ളം പോലെ ഇരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല. പുള്ളി പറഞ്ഞു കേട്ടില്ലേ, കഴിച്ചിട്ട് പൈസ തന്നാൽ മതി എന്നാണ് പറയുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ കണ്ടറിയാം. നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് നല്ലതായിട്ടുണ്ട്. അപ്പം എൻ്റെ പൊറോട്ടയും ചിക്കനും തരും. ഞാൻ കുറേ നേരം ഇതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് അവിടെ. ഓ യെസ്, എൻ്റെ അമ്മോ അടിപൊളി. 4 എണ്ണോ? ഒന്നോ, എന്ത് സോഫ്റ്റാന്ന് നോക്കിയേ. സോഫ്റ്റ് ഫ്ലേക്കി ബ്യൂട്ടിഫുൾ പൊറോട്ടാസ്. ഇനി നമ്മുടെ പൊറോട്ടയുടെ കോമ്പിനേഷൻ ഈസ് കമ്മിങ്. കുഴയ്ക്കുന്നതിൻ്റെ സീക്രട്ടൊക്കെ അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. പുള്ളി തന്നെ കുഴയ്ക്കുന്നത്. ചിക്കൻ കറി. ഇതാണ് 30 റുപ്പീസിൻ്റെ ചിക്കൻ. ഇനി ഗ്രേവി എക്സ്ട്രാ വേണമെങ്കിൽ അതും കിട്ടും. ഓ അടിപൊളി, നല്ല സ്പൈസി. എരിവൊക്കെ ഉണ്ടല്ലേ നല്ല. അതാണ് ആൾക്കാർക്ക്, ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടം. ഇങ്ങനെ സൂപ്പർ, ഗംഭീരം. വാവ്. അതെനിക്ക് മാത്രമല്ല, ഇവിടെ വന്ന എല്ലാവർക്കും 30 രൂപയ്ക്ക് എടുത്ത് കൊടുക്കുന്ന ഇത്രയും ക്വാണ്ടിറ്റിയാണ്. ചെറിയ പീസാണ്, ഒരു 3-4 പീസ് കാണും. പിന്നെ ഗ്രേവി തീരുവാണെങ്കിൽ ചോദിച്ചാൽ വീണ്ടും തരും. ചൂട് ചൂട് പൊറോട്ട, ചൂട് ചൂട് ചിക്കൻ. ചിക്കൻ കറി തീരുന്നതിനനുസരിച്ച് പിന്നെ പിന്നെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഫ്രഷ് ദോശയ്ക്ക് സാമ്പാർ കിട്ടും വേണമെങ്കിൽ. ചിക്കൻ അടിപൊളി, വിത്ത് ചിക്കൻ കഴിക്കാം. പിന്നെ നല്ല കട്ടൻ. ഇനി എന്തായാലും ഈ രവിചേട്ടൻ്റെ കടയിൽ വീണ്ടും വരണം 11 മണിക്ക് ശേഷം. ഇന്നല്ല, വേറൊരു ദിവസം വരാം. പലഹാരങ്ങൾ കഴിക്കാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചൂട് പലഹാരം. എനിക്ക് പലഹാരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എണ്ണ പലഹാരങ്ങൾ, നാട്. ഇത്തരം ചെറിയ കടകളാണ് എനിക്ക് കൂടുതലിഷ്ടം. നാടൻ ചെറിയ കടകൾ, നാട്ടിൻ പുറത്തിൻ്റെ ആ ഒരു നന്മയും കുറേ അങ്ങനത്തെ ആൾക്കാരും. തനിനാടൻ കട്ടൻ കാപ്പി. എൻ്റെ നാക്ക് പൊള്ളി. ഒന്ന് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ കണ്ണമ്പള്ളി ഇവിടെയാണ് കുരിശ്ശടി. നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. വേളാങ്കണ്ണി മാതാവ് ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ മാതാവിൻ്റെ രൂപമാണ് ഇവിടെ. ഇതാണ് കുരിശ്ശടി, കണ്ണമ്പള്ളി കുരിശ്ശടി. നേരെ ഓപ്പോസിറ്റ്. ഇത് നേരെ പോയാൽ വെള്ളനാട്. അതിപ്പോൾ നമ്മൾ അവിടെ നിന്നാണ്, ഞാൻ ട്രിവാൻഡ്രം ആ സൈഡിൽ നിന്ന്. ഇതാണ്, ഇതുവഴി പേയാട് വഴി അങ്ങോട്ട് പോകണം അല്ലേ. 2 കറക്കം കറങ്ങി അവിടെ എത്തും. ശരി, ഓക്കെ. അപ്പം നമ്മൾ ഒരു അടിപൊളി ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ചേട്ടനോട് യാത്ര പറഞ്ഞു തിരിച്ച്. ഇന്നിനി വേറെ കറക്കമൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ വരിക, വരാത്തവർ ഒക്കെ നേരത്തെ വരണം. വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഞാൻ ഫോൺ നമ്പർ കൊടുത്തേക്കാം. വിളിച്ച് പറഞ്ഞിട്ടൊക്കെ വരിക. ഇവിടെ അവധിയാണോ എന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ചില ദിവസം അടയ്ക്കുമല്ലോ. അദ്ദേഹത്തിന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ കൂടുതൽ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അത്